പ്രധാനമായിട്ടും നമ്മൾ 3 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, അനീഷയുടെ മരണം CBI അന്വേഷിക്കണം എന്നുള്ളതാണ്. അതിന്റെ കാരണം ഇതുവരെ 48-ാം ദിവസമായിട്ടും ഇതുവരെ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുന്നതിനേക്കാൾ അധികം അന്വേഷണം ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് ശരി. കാരണം ഒരു FIR പോലും ഇട്ടിട്ടില്ല. FIR ഇട്ടത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ്. ഇവിടെ ഒരു സാധാരണ സ്ത്രീയല്ല. കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇത്ര നന്നായി പഠിച്ച് ഇതുപോലെ നല്ല ജോലിയിൽ, കാരണം നമ്മൾ എപ്പോഴും പറയുക എംപവർമെന്റിന്റെ അടയാളമായിട്ട് പറയുക നന്നായി പഠിക്കുക, നല്ല ജോലി നേടുക, അങ്ങനെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, അങ്ങനെ നമുക്കൊരു മാതൃകയാവുന്ന തരത്തില് ജോലിയൊക്കെ നേടി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ ആത്മഹത്യയെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള 5 വോയിസ് റെക്കോർഡുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലുണ്ട്. 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ്. എനിക്ക് തോന്നുന്നില്ല അത്രയും വിശദമായ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ട് നമ്മൾ അടുത്ത കാലത്തൊന്നും ആരും ആത്മഹത്യ ചെയ്തത് കണ്ടിട്ടില്ല. ഈ ആത്മഹത്യാക്കുറിപ്പ് അഡ്രസ് ചെയ്യുന്നത് ഹൈക്കോടതി രജിസ്ട്രാറെയും DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെയും പോലീസ് കമ്മീഷണറെയും വനിതാ കമ്മീഷനെയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരു ആത്മഹത്യയല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെ ഞങ്ങൾ പറയും. അങ്ങനെയാണ് അനീഷ ആത്മഹത്യ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അത് പരവൂർ SHO കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. എന്താണ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ കാരണം? എന്നിട്ട് ഇത്ര ദിവസമായിട്ട് അവരെന്ത് കണ്ടെത്തി? ഇത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉള്ള ഈ ഓഡിയോ സന്ദേശങ്ങൾ എന്തുകൊണ്ടാണ് തെളിവായിട്ട് എടുക്കാത്തത്? ഈ 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എന്തുകൊണ്ടാണ് തെളിവെടുക്കാത്തത്? മാത്രമല്ല, ഇവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്നിട്ടുള്ള ഒരുപാട് വിനിമയങ്ങളുണ്ട്. അതൊന്നും എന്താണ് തെളിവായിട്ട് എടുക്കാത്തത്? അപ്പോൾ നമ്മൾ വളരെ ബലമായി സംശയിക്കുന്നു ഇതില് ഒരു അന്വേഷണവും നടന്നിട്ടില്ല. രണ്ടാമത് നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മുടെ ജുഡീഷ്യറി ആകമാനം വളരെ കൃത്യമായ തരത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, വളരെ നീതി കിട്ടാത്ത തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും പ്രോസിക്യൂട്ടർമാരുടെ നിയമനം രാഷ്ട്രീയ നിയമനമാണ്. ഇപ്പൊ കേരളത്തിൽ ഞാൻ പോക്സോ കേസുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കേരളത്തില് പോക്സോ കേസുകളുടെ ശിക്ഷാ നിരക്ക് 4% 2021. അത് ദേശീയ ശരാശരി 12%. നമ്പർ 1 കേരളത്തില് ദേശീയ ശരാശരിയുടെ 3-1. അതിന്റെ കാരണം നമുക്കറിയാം, ഈ കേസുകളൊന്നും കൺവിക്ട് ചെയ്യാത്ത തരത്തിൽ നീതിന്യായ സംവിധാനം പ്രവർത്തിക്കുന്നു. പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമല്ലേ പത്രത്തിൽ വന്നത്, കോടതിക്കുള്ളിൽ നിന്ന് തന്നെ രേഖകൾ കാണാതാവുന്നു. വേറൊരു പ്രമാദമായ കേസില് മെമ്മറി കാർഡ് പോയി ലൈബ്രറിയിൽ ഉപയോഗിക്കുന്ന പോലെ പലരും പോയി കണ്ടു. ഇത്തരത്തില് നമ്മുടെ ജുഡീഷ്യറിയില് കാര്യമായ പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജുഡീഷ്യറി കുറ്റമറ്റതാക്കണം. കാരണം ജുഡീഷ്യറി എന്ന് പറഞ്ഞ സാധാരണക്കാരന്റെ, പാവപ്പെട്ട ആൾക്കാരുടെ, സ്ത്രീകളുടെയൊക്കെ വലിയ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, സംസാരിച്ച ഒരാൾ പറഞ്ഞു, ഇവിടെ തൊഴിൽ സ്ഥലത്ത് ഉള്ള പീഡനം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള നിയമമുണ്ട്. പക്ഷെ കേരളത്തിൽ ഏത് കോടതിയിലാണ് മാഡം കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉള്ളത്? നിയമം അതായത് ഈ നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് കോടതി. പക്ഷേ കേരളത്തിലെ കംപ്ലൈന്റ്സ് കമ്മിറ്റി ജുഡീഷ്യൽ സംവിധാനത്തിലില്ല. അനീഷയ്ക്ക് ഒരു പക്ഷേ കൊടുക്കാൻ പറ്റുമായിരുന്ന ഒരു പരാതി ഈ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിലായിരുന്നു. ആ കംപ്ലൈന്റ്സ് കമ്മിറ്റി അവിടെയില്ല. പിന്നെ ജുഡീഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പൊ നോക്കൂ, അനീഷ മരിച്ച സമയത്ത് അനീഷയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അനീഷയുടെ മൃതദേഹം കൊണ്ട് കിടത്തിയത് പരവൂർ മോഡൽ കോടതിയുടെ കാർ ഷെഡിലാണ്. ഇതാണോ കേരളത്തിന്റെ ഒരു എംപവർമെന്റ് മാതൃക? അത് കഴിഞ്ഞ് അവിടെ ഒരു അനുശോചന യോഗം സ്ത്രീകളുടേതായിട്ട് കൂട്ടാൻ വേണ്ടി ഒരു സീനിയർ അഡ്വക്കേറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. കുറെ സ്ത്രീ വക്കീൽമാർ വരാന്ന് പറഞ്ഞു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഈ കേസ് കിട്ടുന്നത് ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ പിടിച്ചു തന്നിട്ടാണ്, അപ്പൊ ഞങ്ങൾക്ക് കേസ് കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറഞ്ഞു. ഇത് ഞങ്ങളോട് നേരിട്ട് അവിടുത്തെ ഒരു സീനിയർ അഭിഭാഷക പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഒരു പരാതി കൊടുക്കുകയാണ് ഗവൺമെന്റിന്. എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ അന്വേഷണം ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ അനീഷയുടെ
കേസിൽ നടക്കുന്ന അന്വേഷണം ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ല, വളരെ നിസ്സഹായമാണ് എന്ന് നമ്മളല്ല പറഞ്ഞത്, ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഗവൺമെന്റിനോട് പറഞ്ഞു. അതിലെന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ ഇപ്പൊ തീർത്തും ഈ അനീഷയുടെ കേസിനോട് അനീഷയോട് തീർത്തും ഒരു തരത്തിലുള്ള പ്രതികരണവും കാണിച്ചിട്ടില്ല കേരള ഗവൺമെന്റ്. അത് വളരെ വളരെ നിരാശയുണ്ടാക്കുന്നു. അനീഷയ്ക്ക് മാത്രമല്ല, നമ്മൾ ഇനി എങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് പറയുക, നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ ജോലി നേടൂ, സ്വന്തം കാലിൽ നിൽക്കൂ, എന്നിട്ട് നമ്മളെ കൊല്ലാൻ കൊടുക്കുന്നാണോ? അത് വളർത്തിക്കൊല എന്നുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നു. ഈ അടുത്ത കാലത്തുള്ള ആത്മഹത്യകൾ പരിശോധിക്കൂ, മെഡിക്കൽ പ്രൊഫഷണലിലുള്ള ആൾക്കാര്, അതുപോലെ പല മേഖലയില് വക്കീലായിട്ടുള്ള ആൾക്കാർ, നല്ല ജോലിയുള്ള പെൺകുട്ടികൾക്ക്. അപ്പൊ നേരത്തെ ആരോ സംസാരിച്ചപ്പോ പറഞ്ഞു അവർക്ക് വീടുമായിട്ട് എന്തോ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കോംപ്രമൈസ് വേണ്ട, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് അനീഷ അത് പറയുന്നത്. അനീഷയുടെ ഓഡിയോ സന്ദേശങ്ങൾ കൃത്യമായി വായിക്കൂ. അനീഷ പറയുന്നത് ഇതൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്, പക്ഷേ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഞാൻ ജോലി ചെയ്യാതിരുന്നിട്ടില്ല. അനീഷയുടെ വീട്ടിൽ ഞങ്ങൾ പലതവണ പോയതാണ്. അനീഷയുടെ മുറി കാണണം, എല്ലാം നിയമ പുസ്തകങ്ങൾ, അതിൻ്റെ ഉള്ളിലൊക്കെ നീണ്ട നോട്ടുകൾ, ചുമരില് അവര് നിറയെ ഫ്ലാപ്പുകളാണ്, കോടതിയിൽ പോകേണ്ടത് കേസുകളൊക്കെ. ഇങ്ങനെ മനഃപൂർവ്വം വളരെ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി കേസ് പഠിച്ച് കോടതിയിൽ പോകുന്ന ആളായിരുന്നു അനീഷ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അനീഷയ്ക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയെന്ന്.